ഇതേ ഒരു കോമഡി അഡ്വർടൈസ്മെന്റ്. കോമഡി വെറും ഒരു 10 ലക്ഷം തൊട്ട് തീർക്കാം. ഇതാകുമ്പോ ഇത് ഇമോഷണല. ഒരു 8 ലക്ഷം രൂപ തീരും. അല്ല ഇവിടെ സിസിഎസിന്റെ സിറിഞ്ചിമിക്കണല്ലേ? ആ അപ്പൊ ഒരു വയലൻസ് കൂടി പിടിച്ചാ പോരെ. ഒരു 12 lakhs പ്രൊഡക്ഷൻ കോസ്റ്റ് വരും. എന്റെ ഒരു പോളി പൊളിക്കുന്ന സാധനം വെച്ച്. അതെ ചങ്കുതിവാരാ, എന്റെ ഇത്രയും കാശൊന്നും ഉണ്ടാവില്ല. കൂടി വന്ന 1 ലക്ഷമൊക്കെ തരാം. 1 ലക്ഷം രൂപ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ, ലോക്കൽ ചാനലിൽ കൊടുക്കാനാ. എന്നാ പിന്നെ വല്ല ലോക്കൽസ് വിളിച്ചാ പോരെ. എനിക്ക് ഫ്രെയിം ഒക്കെ തന്നെ 1 ലക്ഷം രൂപ. അപ്പൊ ഇത് ലോക്കൽ അല്ലേ പണിയെ? ആയിരുന്നു ജോസഫേട്ടാ, ഞാൻ തന്ന അഡ്വാൻസിൽ ഒരു 10,000 രൂപ തിരിച്ചു വേണം, അത്യാവശ്യം. എന്തുട്ടക്കടാവിയത്? നീ പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ? നീ എന്തുട്ടാ ഇങ്ങനെ പേടിപ്പിക്കേണ്ട രീതിയിൽ നോക്കണം? കാശ് തരൂല്ലേ? ഒരു 500. ഇതാരാ? അതൊരു വലിയ കഥയാണ്. കഥയാണോ? എനിക്ക് പറഞ്ഞ സിനിമ പറ്റിയാണെങ്കില 30 ആടുക്കൂട്ടാ. ചേച്ചി, ഈ വെണ്ട സാബു. നീ ചെറിയ ചെക്കനാണല്ലോടാ. എന്താ കോള്? അല്ല ഒന്നുമില്ല. ദാ അങ്ങോട്ട് പോ. തന്ന കാശിനുള്ള പണി ഞങ്ങൾ ചെയ്യും. അവനെ ഒറ്റയ്ക്ക് കാണുമ്പോൾ അറിയിച്ചാൽ മതി. പൊയ്ക്കോ. പാലം പണി തീരുന്ന ദിവസം അടിക്കാൻ ഞാൻ മാറ്റി വെച്ചിരുന്ന ഈ സ്കോച്ച് ഞാൻ ഇപ്പം പൊട്ടിക്കണമെങ്കിൽ അതെനിക്ക് അത്രമാത്രം സന്തോഷമുള്ളതുകൊണ്ടാണെന്ന് തനിക്ക് മനസ്സിലാവില്ല മോനെ കൃഷ്ണ. മോനോ? ചില സിനിമയിലെ പോലെ എനിക്ക് തോന്നുന്നു, ഒരു നായകനും ഒരു വില്ലനും. നായകനും വില്ലനും ഫുൾ ഫൈറ്റാണ്. അവസാനം നമ്മൾ ജയിക്കുന്നു. സാറിന് വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ സിനിമയിൽ നിങ്ങൾ നായകനാണോ അതോ വില്ലനാണോ? വേണ്ടാത്ത സമയത്ത് ഇങ്ങനെ ഓരോ ഡയലോഗ് കയറി വരും. എടോ, ആ ചെറുക്കന് എൻ്റെ മാളൂനേക്കാൾ ഒരു 4-5 വയസ്സല്ലേ കൂടുതൽ കാണുള്ളൂ. സാറേ, അന്ന് ഞാനൊരു മുടങ്ങിക്കിടക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ കാര്യം പറഞ്ഞു. അതിൻ്റെ പണി തീർക്കാനുള്ളൊരു എസ്റ്റിമേറ്റ് ഇട്ടൊരു പ്രപ്പോസൽ തരൂ. നിങ്ങളാകുമ്പോഴത്തേക്കും ഫണ്ട് സാങ്ഷൻ ആക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ഞാൻ ചെയ്തു തരാം, പക്ഷെ കെട്ടിടം പണി തരാൻ പറയരുത്. അതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ തീർത്തോളാം. എങ്കിൽ ഞാൻ ചെയ്യാം. ആ ഓനച്ചനും ലാലിച്ചനൊന്നും വിളിച്ചില്ലേ? അവരൊന്നും ഇനി വരില്ല സാറേ. എല്ലാവർക്കും ആകെ വിഷമായിട്ടിരിക്കുക. ഓ, അപ്പോൾ വില്ലൻ ഞാനാണ് അല്ലേ? താവിട്ടോ, പോസ്റ്റ് ആവണ്ട, ഞാൻ ലേറ്റ് ആവും. ഉറങ്ങി. ഇത് തന്നെയാണോ? ഇത് തന്നെ സാർ. ഞാൻ നോക്കിയിട്ട് വരാം സാറേ. ഞാനൊന്ന് റീചാർജ് ചെയ്തിട്ട്. ഹലോ സാർ. എന്തൊരു മോശം കൺസ്ട്രക്ഷൻ ആണോ? അത് നമ്മുടെ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു സാറേ. ഒരു പ്ലാനിങ്ങും ഇല്ല. അതിങ്ങനെ കൊളായിട്ട് കിടക്കായിരുന്നു. അതാ സാർ നോക്കാൻ.
അയ്യോ സാർ, ഞാനും കൂടെ വരായിരുന്നല്ലോ. ഞാൻ വെറുതെ ടൗണിൽ പോകുന്ന വഴിക്കൊന്ന് കയറിയതാ. ഡ്രൈവറാ പറഞ്ഞത് ഇതാ കെട്ടിടം. ഇതൊരു മാതിരി പ്രേതാലയം പോലെ ഉണ്ടല്ലോ. ഏതായാലും ഞാൻ നോക്കട്ടെ. അപ്പൊ ശരി, ഞാൻ വിളിക്കാം. വെണ്ട സാബു. ആരാ? വെണ്ട സാബു. വെണ്ട സാബു? അതെ. ആ, എന്തു വേണം? ഒരു കൊട്ടേഷൻ കിട്ടിയിട്ട് വന്നതാ. കൊട്ടേഷൻ? എന്ത് കൊട്ടേഷൻ? നിങ്ങളുടെ കൈയും കാലും തല്ലി ഓടിക്കാൻ. എത്രയും വേഗം ഇവിടുന്ന് പൊയ്ക്കോണം. ഇല്ലെങ്കിൽ കമ്പി വീണതാ. ബോധമില്ലാത്തതിനെ തല്ലിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ബോധം വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ഇരുത്തല്ലത്. ഞാൻ പൊയ്ക്കോളാം. എനിക്ക് നാളെ മറ്റന്നാളും വേറെ വർക്കുള്ളതാ. കൊക്കോ, നിന്നെ വിട്ടതാരാന്ന് എനിക്കറിയാം. ഉദ്ദേശിക്കുന്ന ആളല്ലേ എന്നെ വിട്ടത്. പനിയായിപ്പോയി, ഇല്ലേ കാണിച്ചു തരായിരുന്നു. താങ്ക്സ്. ഹലോ മാളു. ഹലോ. സർ പ്ലീസ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ സാർ. ഇത് ചെയ്താലും ഞാൻ കണ്ടില്ല. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം പിന്നെയും പറഞ്ഞിട്ട് കാര്യമില്ല സർ. സഹകരിക്കും. അതിനെനിക്ക് പരാതി ഇല്ലല്ലോ സാർ. ശരി സർ, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കൊന്ന് അന്വേഷിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. ശരിക്കും സാർ ആളിനെ കണ്ടില്ലേ? ആ ഇവിടെ ആയിരുന്നു. എടാ ഗപ്പി, എഞ്ചിനീയർ പള്ളക്കിട്ടാരെ കുത്തി. ആരാണെന്നറിയില്ല. അയാൾക്ക് വല്ലതും പറ്റിയോ? ഏയ് ചത്തില്ല.
ഹോസ്പിറ്റലിൽ പെരുന്നാളിന്റെ ആളാ, പോലീസും പട്ടാളും. പട്ടാളോ? അത് ഞാൻ ഒരു ഗുമ്പിന് പറഞ്ഞ. നീ എന്താ അവിടെ പേടിച്ചിരിക്കുന്നത്? എടാ വെണ്ട. വെണ്ടയൊന്നല്ലേ ഇത്, ഞാൻ വെണ്ടയെ വിളിച്ചാണ്. കുന്തം ഞാൻ എൻ്റെ കണ്ണുകൊണ്ടാ വെണ്ട കുത്തിയിട്ടിറങ്ങിപ്പോ വന്നത്. അപ്പോൾ വെണ്ട എന്നോട് നുണ പറഞ്ഞാണോ? കൊട്ടേഷൻ പണി നടത്തുന്ന വെണ്ടയ്ക്ക് നിന്നോടൊരു നുണ പറയാനാണോ പാട്? അത് ശരിയാണല്ലോ. പോലീസ് ചോദിച്ചപ്പോൾ കുത്തിയാളെ കണ്ടില്ലെന്ന് അയാൾ പറഞ്ഞു. വയറ്റി കുത്തിയാളെ കണ്ടില്ലെന്നോ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? പോലീസിന് വിശ്വാസം വന്നില്ല, എന്നിട്ടും അയാളൊന്നും പറഞ്ഞില്ലെന്നാ ഓനച്ചൻ പറഞ്ഞു. വെണ്ട മൊത്തൊരു തുണി പോലും ചുറ്റാതെ വന്നത്. അവൻ പറഞ്ഞ ഞാനും കുടുങ്ങും. അപ്പോൾ വെണ്ടയ്ക്ക് നിന്റെ പേരറിയോ? എന്തിനാ പേര്? ഒരു പയ്യനാന്ന് പറഞ്ഞാ പോരെ, എല്ലാവർക്കും മനസ്സിലാവും ഞാനാന്ന്. ഇനിയിപ്പോൾ അയാൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞത് നിനക്ക് തിരിച്ചു പണി തരാനാണെങ്കിലോ? എങ്ങനെ? നിന്നെ തിരിച്ചു കുത്താനാണെങ്കിലോ? നീ തളരല്ലേ, ഞാനില്ലേ. ഇല്ലെന്ന് പറയും. നിന്റെ അമ്മ അന്വേഷിക്കുന്നുണ്ട്, വേഗം വിട്ടോ. നീ അത് വിട്. അമ്മേ കുളിക്കണ്ടേ? വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, നീ അന്നെടുത്ത് വെക്കാം. അമ്മ എന്തിനാ ചൂടാക്കിയത്? ഞാൻ വന്നിട്ട് ചൂടാക്കുന്നില്ലേ? നീ എന്നെ ഒന്ന് കുളിമുറിയിലേക്ക് എത്തിക്കേ. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഇപ്പൊ തന്നെ 3-4 മണിക്കൂർ താമസിച്ചു. ഇനിയും താമസിച്ചാൽ വല്ല അസുഖം പിടിക്കുമെന്ന് പേടിച്ചിട്ടാ. ഞാൻ പോയി തോർത്തെടുത്തിട്ട് വരാം. നീ പോയി കഞ്ഞി കുടിക്കും. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ, ഞാൻ കുളിച്ചോളാം. ഞാൻ പിന്നെ കഴിച്ചോളാം. ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം. അമ്മേ, ഞാനത് വായിച്ചില്ല അമ്മേ, തുറന്നു പോലും നോക്കിയില്ല. പാപ്പോയി തന്നതാ, ഞാനതെപ്പോഴേ കടലിൽ കളഞ്ഞു. ഇനി ഒരിക്കലും ചെയ്യില്ലമ്മേ. അമ്മേ
തെറ്റാണെന്ന് കാണിക്കാനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്. സോറി അമ്മേ. അത് സാരമില്ല. ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ തെറ്റുകൾ പറ്റും. അതങ്ങ് ക്ഷമിക്കണം, അത്ര തന്നെ. കള്ളത്തരത്തെ ഇറങ്ങുമ്പോ കൂർക്കം വലിക്കാൻ മറക്കല്ലേട്ടോ അമ്മേ. അശ്ശോ, ഞാനതങ്ങ് മറന്നു. ഡാ, ഞാൻ കുളിപ്പിക്കണ്ടെന്ന് പറഞ്ഞപ്പോ നിനക്ക് വിഷമായോ? വിഷമായോന്നോ? ഞാൻ ആ കടാപ്പുറത്തോടി പാടി പാടി കുറച്ചേരം സുഖമായിട്ട് കിടന്നുറങ്ങി. ഓ, എനിക്ക് ഉറക്കം വരുന്നില്ലടാ. എന്താ? നീ കുളിപ്പിക്കാത്ത കാരണം ഞാനിന്ന് കുളിച്ചില്ല. രാവിലെയും കുളിച്ചില്ലേ? ഇല്ല, നീ പോയ ശേഷം ഞാനിങ്ങ് പോന്നു. വൈകുന്നേരവും കുളിച്ചില്ല. ചോറിയുന്നില്ല ദേഹം മുഴുക്കെ. ഇച്ചിരി വെള്ളം എടുത്ത് വെക്ക അടുപ്പില്. ഞാൻ കുളിച്ചിട്ട് കിടന്നോളാം. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നേ? എന്തു പറ്റി? പിന്നെ പണ്ട് നല്ല പുഷ്പിച്ചായിരുന്നല്ലോ ഇരുന്നത്. കോമഡി പറയണ്ട്, വാ പോയി കിടന്നുറങ്ങാം. ഞാൻ ചുമ്മാ പറഞ്ഞ, സാറ് ദേഷ്യപ്പെടണ്ട. നീ എന്തിനാ വിഷമിക്കുന്നത്? ആ എഞ്ചിനീയർക്ക് പണി കിട്ടിയില്ലേ? ഒന്നും മിണ്ടാതിരിക്കും. ആരെങ്കിലും കേട്ടാ അത് മതി. അമ്മയുടെ അടുത്തൊന്ന് പറഞ്ഞു കൊടുക്കും. അതിന് നീ ഒന്നും ചെയ്യില്ലല്ലോ. ഞാൻ വിചാരിച്ചു നീയാ പോയി കുത്തിയെന്ന്. നീ എന്തിനാടാ അങ്ങനെ മുകളോട്ട് നോക്കിയിരിക്കുന്നത്? ഡാ, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ? നീ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അലക്കിയിട്ട് ഡ്രസ്സ് പറന്നു പോകുമ്പോൾ എടുക്കാൻ വരുന്ന നായിക? നോക്കിയിരുന്നോ, ഇപ്പം ആ കിളവൻ്റെ ഡ്രൈവർ പറന്നു വരും. ഇന്ന് സൺഡേ ആണ്. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പോരാത്തതിന് കടലിൽ നല്ല കാറ്റുണ്ട്. മണ്ടേ പോലെ രണ്ട് കണ്ണേ കാണും. എപ്പോഴാ സൺഡേ? ദൃഷ്ടിദോഷം വരാതിരുന്ന മതിയായിരുന്നു ആ കുട്ടിക്ക്. ഹൈ മോളി തമ്പുരാട്ടി, ഇല്ലത്തേക്ക് അങ്ങോട്ട് ചെല്ല. ചമ്മിപ്പോയി. ഉപ്പയ്ക്ക് നെഞ്ചുവേദന. മുടി കൊള്ളാം, പക്ഷെ മുഖം
തട്ടോട്. നിങ്ങൾക്കൊന്നുമില്ല, ഒരു കുഴപ്പവും പഠിച്ചോ വരുത്തൂല. എന്താ അപ്പൂപ്പ ഇത്? കരയുവാ? അയ്യേ, ഉപ്പൂപ്പ പേടിച്ചു പോയി. ഉപ്പൂപ്പയ്ക്ക് എന്നെ പറ്റി മാത്രല്ല പേടി, സ്വന്തമായിട്ടും പേടിയാ അമ്മ. നിങ്ങൾ സമയത്ത് ഇവിടെ എത്തിച്ചത് നിങ്ങൾ ശത്രുക്കളാ. അവരില്ലായിരുന്നെങ്കിൽ ശത്രുക്കളാ? വാ മക്കളെ, ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. ഉപ്പുപ്പ നിങ്ങളത് കണ്ടോട്ടെ. നേര് പറഞ്ഞ് നിങ്ങളോട് എനിക്ക് വെറുപ്പായിരുന്നു. നിങ്ങൾ ഇത്ര നല്ലവരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കടാ പിള്ളേരെ. ആമിനക്കുട്ടിയുടെ മുഖം ഞങ്ങൾ ആദ്യമായി കണ്ടു പൂപ്പ. ആമിനെ പറഞ്ഞട്ടാ ഞങ്ങൾ ആമയുടെ ഉപ്പനെ ആശുപത്രി കൊണ്ടുവന്നത്. ആമിനെ പറഞ്ഞ ഉപ്പൂപ്പാൻ്റെ ഓപ്പറേഷൻ വരെ ഞങ്ങളെ. പോവാൻ പറ നായ്ക്കളോട്.